അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. നമ്മളിൽ ഒരുപാട് പേര് പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഈ രോഗം എന്നുള്ളത്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ തകരുക ഈ രോഗങ്ങളെ കൊണ്ടാണ്. പനി, ജലദോഷം എന്നതിനപ്പുറം വലിയ വലിയ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഡേഞ്ചറായ രോഗങ്ങൾ, പ്രയാസം അനുഭവിക്കുന്ന, ശാരീരികമായി കുഴഞ്ഞു പോകുന്ന, തളർന്നു പോകുന്ന രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാ നിലക്കും മനുഷ്യൻ എന്തായി ഡൗൺ ആയി പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ ദുനിയാവിൽ എന്തൊരു കാര്യമുണ്ടെങ്കിലും അതിന് പിന്നിലൊക്കെ കാരണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതൊരു വിഷയത്തിനും അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും. ഒരാൾ മരിക്കുകയാണെങ്കിൽ അതൊരു കാരണമുണ്ട്, മഴ പെയ്യുന്നതിനൊരു കാരണമുണ്ട്. എല്ലാം കാരണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ദുനിയാവിലുള്ളത്. അപ്പോൾ നമുക്ക് രോഗങ്ങൾ വരുന്നതിനും അതിനും പല മാനങ്ങളും കാരണങ്ങളും ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം. അത് ഭൗതികമായ കാരണങ്ങളാവാം, അല്ലാത്ത കാരണങ്ങളൊക്കെ ആവാം. നമുക്ക് രോഗമുണ്ടെങ്കിൽ നമ്മിൽ ഒരുപാട് പേര് വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ക്യാൻസർ പോലെയുള്ള ഡയാലിസ് ചെയ്യേണ്ട രോഗങ്ങൾ, കിഡ്നിക്ക് പ്രോബ്ലം, വൃക്കക്ക് പ്രോബ്ലം, അങ്ങനെ തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടം. എന്തുകൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ വരുന്നത്? പല കാരണങ്ങളാവാം. അതിൽപ്പെട്ടത് ശൈത്താനിയായ കാരണങ്ങളെ കൊണ്ട്, സിഹിർപരമായ കാരണങ്ങളെ കൊണ്ട്, കൈവശപരമായ കാരണങ്ങളെ കൊണ്ടൊക്കെ വലിയ വലിയ രോഗങ്ങൾ വരാം. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നത്, അല്ലെങ്കിൽ വൈറസ് സംബന്ധമായ ബുദ്ധിമുട്ട് വരുന്നത്, ഈ രണ്ട് കാരണങ്ങൾ ശൈത്താനിയായ വിഷയങ്ങൾക്ക് അധികവും കണ്ടുവരുന്ന രണ്ട് അടയാളങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദന അല്ലെങ്കിൽ വൈറസ് സംബന്ധമായ ബുദ്ധിമുട്ട്. മറ്റു കാരണങ്ങളൊക്കെ ഉണ്ടാകാം, എന്നാലും അധിക പേരിലും കണ്ടുവരുന്ന ഈ രണ്ട് കാരണങ്ങളാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിവിധികൾ തേടേണ്ടതാണ്. അതിങ്ങനെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ആത്മീയമായിട്ടൊന്നും വഴികൾ തേടാതെ പോയാൽ ചിലപ്പോൾ നമ്മൾ ഭൗതികമായി ചികിത്സിച്ച് അത് ചിലപ്പോൾ ശമനം കിട്ടി പിന്നെയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരികയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. നേരെ മറിച്ച് അതിങ്ങനെ ഓരോ സമയവും കാലഘട്ടം കഴിയുന്നതിനനുസരിച്ച് അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ അത്തരം വിഷയങ്ങൾ, അത്തരം രോഗങ്ങൾ, സിഹിർ കൊണ്ട് സിഹിർ പഴകി കഴിഞ്ഞാൽ അത് ക്യാൻസറായി മാറുന്ന കാര്യങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ കാലഘട്ടം രോഗം, പ്രയാസങ്ങൾ വർദ്ധിച്ച സമയമാണ്. എന്തുകൊണ്ട്? അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിൻ്റെ മഹാന്മാരാണ്, അവരുടെ പേരിലുള്ള മൗലിദുകളാണ്, മദ്ഹുകളാണ്. അങ്ങനെ തുടങ്ങിയ കാവലുകൾ, ഹിഫ്ളുകൾ നമ്മുടെ ജീവിതത്തിൽ വേണം. പരിശുദ്ധ ഖുർആൻ തന്നെയാണ് വലിയ ഹിഫ്ള്. അത് പലരുടെയും ജീവിതത്തിൽ ഇന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഷർറുകൾ വർദ്ധിച്ചു വന്നു. അതിങ്ങനെ ഓരോ സമയം കഴിയുന്നതിനനുസരിച്ച് രോഗങ്ങളായി, പ്രയാസങ്ങളായി മാറുകയാണ്. കാവലെപ്പോഴും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ കൈവശം, സിഹിർ, ശൈത്താനൊക്കെ ആവട്ടെ, ഇതുകൊണ്ടൊക്കെ വലിയ വലിയ രോഗങ്ങൾ ഉണ്ടായിത്തീരും. ചെറിയൊരു വിഷയങ്ങളെ കൊണ്ട് പോലും നമുക്കൊരു ചെറിയ കാലിലൊരു ചെറിയ ആണി തറച്ചാൽ അത് നമ്മൾ ചികിത്സിക്കാതെ ഓരോ ദിവസവും കഴിയും തോറും എന്താവും കേടായി വരും. അത് കാലിന് വലിയ പ്രശ്നം സൃഷ്ടിക്കും. അത് ശരീരത്തെ മൊത്തത്തിൽ ബാധിക്കും, ശരീരത്തെ മുഴുവനായിട്ട് അത് ബാധിക്കും. എന്നതുപോലെ തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ. തുടക്കത്തിലേ നമ്മൾ അതിന് പരിഹാരം ചെയ്തില്ലെങ്കിൽ അത് ക്രമേണ നമ്മെ ഡൗൺ ആക്കി കളയും, നമ്മളെ തളർത്തി കളയും. അത് വലിയ രോഗത്തിലേക്ക് എത്തിച്ചേരും. അത് ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. അത്തരം വിഷയങ്ങൾ നമുക്ക് അതിന്റെ പ്രാഥമികമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നു, അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുന്നു, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം വിഷയങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടവരെ സമീപിക്കുകയും പരിഹാരം തേടുകയും ചെയ്യണം. അത് ഭൗതികമാവട്ടെ, ആത്മീയമാവട്ടെ, ഏതാണെങ്കിലും നമ്മൾ അതിനു വേണ്ടി തേടണം. ഇനി ആത്മീയമായ ചികിത്സ മാത്രം ചെയ്താൽ പോരാ, നമ്മൾ ഡോക്ടറെ കാണുക തന്നെ വേണം, ഭൗതികമായ ചികിത്സയും വേണം. എങ്ങനെ നമ്മുടെ ആ വിഷയത്തിന് പരിഹാരം ചെയ്യാതിരിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ പറയാൻ കാരണം, ജീവിതത്തിൽ ഹിഫ്ള് ഉണ്ടാവുക എന്നുള്ളത്, കാവലുണ്ടാവുക എന്നുള്ളത് വലിയ പ്രാധാന്യമാണ്. ആയത്തുൽ കുർസി വലിയ കാവല് ലഭിക്കുന്ന, സിഹിറാവട്ടെ, ശൈത്താനിയായ വിഷയങ്ങളാവട്ടെ, അതിൽ നിന്നൊക്കെ വലിയ ഹിഫ്ള് ലഭിക്കുന്ന ഒരു ആയത്താണ്.
പല വീഡിയോകളിലും ഞാൻ അതിന്റെ ഫضലുകൾ പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ കുർസി 170 തവണ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ദിവസവും പതിവാക്കുകയാണെങ്കിൽ അവനിലേക്ക് സിഹിർ അടുക്കുകയില്ല, ശൈത്താനിയായ ബുദ്ധിമുട്ടുകൾ അവന്റെ അയലത്ത് പോലും വരികയില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം. 170 തവണ ഒരുത്തൻ ആയത്തുൽ കുർസി പതിവാക്കിയാൽ സിഹിർ അവനിലേക്ക് അടുക്കുകയില്ല, ഒരാളെ ചതി അവനിലേക്ക് ഏൽക്കുകയില്ല, ഒരാളെ ആക്രമണം അവനിലേക്ക് എത്തുകയില്ല. അങ്ങനെ ഒരാൾക്കും അവന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആയത്തുൽ കുർസിയുടെ ഫضലാണത്. ആയത്തുൽ കുർസി അതിന്റെ മട്ടത്തിൽ, അതിന്റെ രീതിയിൽ ഇഖ്ലാസിൽ ചെല്ലണം 170 തവണ. അതിനും കഴിയില്ലേ, ഒരു 17 തവണയെങ്കിലും ജീവിതത്തിൽ ആയത്തുൽ കുർസി പതിവാക്കണം. ഒരു 17 ആയത്തുൽ കുർസി പതിവാക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം അത് വലിയ ഹിഫ്ളുള്ള ആയത്താണ്. അത് ഏതേത് വിഷയത്തിനും പരിഹാരമാണ്. ഈ ചെറിയ സമയം കൊണ്ട് അതിന്റെ പവിത്രത പറഞ്ഞാൽ തീരുകയില്ല. വലിയ ഫضൽ ലഭിക്കുന്ന, വലിയ ഹിഫ്ള് ലഭിക്കുന്ന, അല്ലാഹുവിന്റെ വലിയ റിള ലഭിക്കുന്ന ഒരായത്താണ് ആയത്തുൽ കുർസി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ അതിന്റെ ഫضൽ പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നൂറുകണക്കിന് ആളുകൾ പ്രയാസം പറഞ്ഞ് വിളിക്കുന്നു, വിഷമം പറഞ്ഞ്, രോഗം പറഞ്ഞ് വരാറുണ്ട്. ക്യാൻസർ ഉള്ള രോഗികൾ, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. എന്നെ കൊണ്ട് ഇതിന് പരിഹാരം നൽകാൻ കഴിയുന്നവനല്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പരിഹാരം പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നിട്ട് മഹാന്മാരെ മസാറുകളിൽ ചെന്ന് മജ്ലിസുകളിൽ ഇരുന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതൊക്കെ കാണുമ്പോൾ വലിയ, കേൾക്കുമ്പോൾ വലിയ വിഷമമാണ്. അതുകൊണ്ട് ആയത്തുൽ കുർസിയെ 17 തവണയെങ്കിലും ജീവിതത്തിൽ പതിവാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും അല്ലാഹു സലാമത്താക്കി തരുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ഹക്ക് ജാ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബിയുടെ മദദ് കൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത സർവരുടെയും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അല്ലാഹു സലാമത്താക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.